എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മകം നക്ഷത്രത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മകം നക്ഷത്രക്കാർ ചിങ്ങക്കൂറിലാണ് ജനിക്കുന്നത്. ജന്മദശ കേതു ദശയിലാണ് അവർ ജനിക്കുന്നത്. നുകം പോലെ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളാണ് മകം നക്ഷത്രം. ചിഹ്നം രാജധാനിയിലെ സിംഹാസനത്തോടു കൂടിയ മണ്ഡലമാണ് ചിഹ്നം. മകം നക്ഷത്രത്തിനെ മഹ എന്ന് പറയുന്നു. മഹതി എന്നാണ് അർത്ഥം വരുന്നത്. ഇഷ്ടദൈവം ഗണപതിയാണ്. നക്ഷത്രാധിപൻ കേതുവാണ്. പതിവായി ഗണേശഭജനവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രാശാധിപൻ സൂര്യന് സൂര്യോപാസന ചെയ്യുന്നത് നല്ലതായിരിക്കും. മകം നക്ഷത്രവും ഞായറാഴ്ചയും വരുന്ന ദിവസം ക്ഷേത്ര ദർശനം വളരെ നല്ലതാകുന്നു. നക്ഷത്ര ദേവത പിതൃക്കളാണ്. ഗണം അസുരഗണമാണ്. യോനി പുരുഷയോനിയാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലമാണ്. മൃഗം എലിയാണ്. പക്ഷി ചെമ്പോത്ത് അല്ലെങ്കിൽ ചകോരം എന്ന് പറയുന്നു. വൃക്ഷം പേരാല്. അക്ഷരം ഈ. മന്ത്രാക്ഷരം മ. രജു അന്ത്യരജുവാണ്. വേദം പാദവേദമാണ്. വേദ നക്ഷത്രം രേവതിയാണ്. അനുജന്മ നക്ഷത്രം മൂലം. ത്രിജന്മ നക്ഷത്രം അശ്വതി. ഗോത്രം അങ്കിരസ്. നാഡി വാമപാർശ്വ നാഡി. അഷ്ടദിക് ദേവത കൗമാരി. ഈശ്വരൻ കേതു. വർണ്ണം ശൂദ്രനാണ്. ജാതി ശൂദ്രനാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ജന്മസ്ഥലം വിട്ട് അന്യസ്ഥലങ്ങളിൽ താമസിക്കുന്നു. വിദേശത്തോ അല്ലെങ്കിൽ വളരെ ദൂര സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നു. ഇവർ സഹോദര സ്നേഹം ഉള്ളവരായിരിക്കാണ്. മുൻകോപം ഇവർക്കുണ്ടാകാം. ഉന്നതന്മാരായ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും അത് നിലനിർത്താനും അവർക്ക് കഴിവുണ്ട്. ദൈവഭക്തി, പിതൃസ്നേഹം, ധനസമൃദ്ധി എല്ലാം ഇവർക്കുണ്ടാകും. ഇവർ വളരെ വിജ്ഞാനിയായിരിക്കും. മിക്ക കാര്യങ്ങളിലും മികച്ച അറിവ് ഇവർക്കുണ്ടായിരിക്കും. ഇവർ സ്വയം പ്രയത്നിച്ച് ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ജീവിത അവസരങ്ങൾ കണ്ടെത്തി അവ നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ഭാവിയിൽ വളരെ ഭൃത്യന്മാരോട് കൂടിയവരായിരിക്കും. സേനാനായകത്വമോ സംഘടനകളുടെ നേതാവോ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഫാക്ടറി, കമ്പനി എന്നിവയുടെ അമരത്തോ ഇവർ വരാം. സർക്കാരിലാണെങ്കിൽ ഇവർ വളരെ ഉയർന്ന സ്ഥാനത്ത് അവർ എത്തിച്ചേരാം. മകം നക്ഷത്രത്തിൽ ഞായറാഴ്ച ദിവസം ജനിച്ചാൽ യമകണ്ഠക ദോഷമുണ്ട്. ഹോമം, ദാനം എന്നിവ ചെയ്തതിന് പരിഹാരം ചെയ്യുക. ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയും മകം നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴികയും ദോഷമുള്ള സമയമാണ്. ആ സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ദോഷമാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന 3:45 നാഴികയും മകം നക്ഷത്രത്തിൻ്റെ ആദ്യ 3:45 നാഴികയും ചേർന്ന ആ സമയം അധിക ദോഷമുള്ള ഒരു സമയമാണ്. മകം നക്ഷത്രത്തിൻ്റെ തൊഴിൽ, അത് അവരുടെ എന്താ ജോലി ചെയ്യേണ്ടതെന്നുള്ള പരമായ കാര്യങ്ങളാണ് പറയുന്നത്. രാഷ്ട്രീയം നല്ലതാണ്. ഭരണം നല്ലതാണ്. ബ്ലാക്ക് മാജിക്ക്, പിന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്, നിയമം, നീതി, അമ്പയറിങ്, പുരാവസ്തു ഗവേഷകൻ, സംഗീതജ്ഞൻ, ചരിത്രകാരൻ, അഭിഭാഷകൻ, ന്യായാധിപൻ എന്നൊക്കെ ഇവർക്ക് ചേരുന്ന തൊഴിലുകളാണ്. ഇനി മകം നക്ഷത്രക്കാർ ധരിക്കാവുന്ന രത്നങ്ങൾ, കേതുവിൻ്റെ സ്വാധീനമുള്ള വൈഡൂര്യം എന്ന രത്നമാണ് ഇവർക്ക് ധരിക്കേണ്ടത്. കാറ്റ്സ് ഐ എന്നാണ് ഇതിനെ പറയുന്നത്. ഇളം മഞ്ഞ നിറമാണ് ഈ വൈഡൂര്യത്തിനുള്ളത്. ഉപരത്നങ്ങളായ ടൈഗർ ഐയും ഇവർക്ക് ധരിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ദശാസന്ധി ഏതാണ് നടക്കുന്നതെന്ന് നോക്കി ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രത്നങ്ങളും ധരിക്കാവുന്നതാണ്. രത്നത്തിന് കാരറ്റ്, തൂക്കം എന്നിവ വേണ്ടിയുള്ളതിനാലും ഈ രത്നം ധരിക്കാമോ എന്ന് ഈ സമയം ചേരുമോ എന്നറിയാനും ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഈ രത്നങ്ങളെ പൂജിച്ച് ശുദ്ധി വരുത്തേണ്ടിയുള്ളതിനാലും അതിൻ്റെ ഒരു നല്ലൊരു സമയം നോക്കി ഇത് ധരിക്കേണ്ട ഒരു മുഹൂർത്തം കണ്ടുപിടിക്കുന്നതിലും ജ്യോതിഷൻ്റെ സഹായം ആവശ്യമാണ്. ഇവർക്ക് ഭാഗ്യ നിറങ്ങളാണ്, വസ്ത്രങ്ങളാണ്. അത് ചുവപ്പ്, റോസ് നിറങ്ങളാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യസാധ്യത്തിന് പോകുമ്പോഴും ഭാഗ്യം ലഭിക്കുന്നതിന് ഈ ചുവപ്പ്, റോസ് വസ്ത്രങ്ങൾ ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇനി ഇവർക്ക് ധരിക്കാവുന്ന രുദ്രാക്ഷത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ഇവർക്ക് ചേരും. പിന്നെ 5 മുഖമുള്ള രുദ്രാക്ഷം ആർക്കും ധരിക്കാവുന്നതാണ്. നൂലിൽ കോർത്തോ സ്വർണം, വെള്ളി എന്നിവയിൽ കെട്ടിയോ ധരിക്കാവുന്നതാണ്. സൂര്യദശയാണ് നടക്കുന്നതെങ്കിൽ 1 മുഖമുള്ളതും, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധൻ ദശ നടക്കണമെങ്കിൽ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർ ദശ നടക്കണമെങ്കിൽ 8 മുഖം, കേതുർ ദശ നടക്കണമെങ്കിൽ 9 മുഖവും. എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ലഭിക്കുവാൻ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 11 മുതൽ മുകളിലോട്ടുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാണ്. പിന്നെ ഗൗരി ശങ്കരം, ഗർഭജ്യോതി, തൃച്ചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ്.
ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ അടർന്നു വീണാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളർച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷമെന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ ശിവഭക്തരാകണം. അവർ വിഭൂതി അണിയണം. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്തേക്ക് ഇവരെത്തിച്ചേരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണത്തിനും രുദ്രാക്ഷധാരണത്തിനുമുള്ള സംശയ നിവാരണത്തിന് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ ഫോണിലോ എന്നെ വിളിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.